ഇതെല്ലാം ശവകുടീരങ്ങളാണ്. മരണത്തിന് ശേഷം പിന്നെ ഒരു ജീവിതമുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? എനിക്കറിയില്ല കേട്ടോ. പക്ഷേ മരിച്ച ആളുകളുടെ ആശ്രിതർ അനുഭവിക്കുന്ന വേദന ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരുപാട് കേസസ് അങ്ങനെ വന്നിട്ടുണ്ട്. ഒരിടത്ത് ഒരു ഗൃഹനാഥൻ മരിക്കുന്നു. വളരെ ലവബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഭയങ്കര ഭാര്യയോടും മക്കളോടൊക്കെ ഭയങ്കര കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാള്. അയാൾ മരിച്ചതിന് ശേഷം ശവടക്കമൊക്കെ കഴിഞ്ഞിട്ട് ഭാര്യ പുറത്തേക്ക് ഇറങ്ങുമ്പം പെട്ടെന്ന് അവർക്കൊരു മാറ്റം ഉണ്ടാകുന്നു. വല്ലാത്തൊരു ബാധ കൂടിയ പോലെ അവരുടെ കൈയും കാലും ഒക്കെ സ്റ്റിഫാവുന്നു. പിന്നെ കണ്ണുകളൊക്കെ പുറത്തേക്ക് തള്ളി, ആളുകളോടൊന്നും സംസാരിക്കുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥ വന്നു. ചിലപ്പോഴൊക്കെ ചിലയിടത്ത് അതൊരു പൂജയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. പക്ഷെ ഇത് കൗൺസിലിങ്ങിന് വന്നു 1 മണിക്കൂർ കൊണ്ട് അവർ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുപോയി. എന്തായിരുന്നിരിക്കാന്നറിയോ അവിടെ അങ്ങനെ സംഭവിച്ചത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങനെ ഏറ്റവും സ്നേഹമുള്ള ഒരാള്, പ്രത്യേകിച്ച് ഭർത്താവൊക്കെ മരിക്കുമ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് വെച്ചാൽ, ഇനി ഞാനെങ്ങനെ ആളുകളെ ഫേസ് ചെയ്യാന്നുള്ളത് അവർക്കൊരു വലിയ പ്രശ്നമായിരിക്കും. അവിടെ എന്ത് റോളാണ് എടുക്കേണ്ടത്? ഒരു റോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ചിലപ്പോൾ ഇനി ഭാവിയിൽ അങ്ങോട്ടുള്ള ജീവിതം എന്താ, മക്കളുടെ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഭയങ്കര ഒരു സംഘർഷം അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ അവർ സ്വാഭാവികമായിട്ടും വല്ലാത്തൊരു തരം ഐഡന്റിറ്റി ക്രൈസിസ് അവർക്ക് അനുഭവപ്പെടും. അപ്പോൾ അവർ പുറത്തെടുക്കുന്ന ഒരു ഭാവമാണ് ഈ നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ സാധാരണ രീതിയിൽ നമ്മളിത് തെറ്റിദ്ധരിച്ചിട്ട് എന്തെങ്കിലും പൂജയും കർമ്മങ്ങളാക്കി പോയാൽ ചിലപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, അവരെല്ലാ കാലത്തും ഇങ്ങനെ ഒരു ബാധ കൂടിയതുപോലെ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകും. പക്ഷെ അത് ബാധയല്ലെന്നും അവരുടെ മാനസികമായിട്ടുള്ള സംഘർഷമാണെന്നും ഈ സമയത്തുണ്ടാകുന്ന ഒരു അവസ്ഥ മാറ്റിയെടുക്കണം എന്ന് വിചാരിച്ച് അവർക്കൊരു ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് പോകും. അവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധത്തിലേക്ക് അവർ തിരിച്ചു വരും. ഇങ്ങനെ പലപ്പോഴും അത് സ്ത്രീകൾ മാത്രമല്ല, പലരും, ചിലപ്പോൾ കുട്ടികളാണെങ്കിൽ പോലും ഏറ്റവും അടുത്ത ആളുകൾ മരിക്കുമ്പോൾ അതൊരു ട്രോമയിലേക്ക് പോവുകയാണ്. ആ ട്രോമ പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ മനസ്സിലാക്കി സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഇതേപോലെ ഭർത്താക്കന്മാർ മരിച്ച സ്ത്രീകളുടെ മറ്റവസ്ഥയിലേക്ക് വരാം. വെയിറ്റ്.